ഇന്ന് ലിബറലിസം ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ചാക്കിട്ട് പിടിക്കുന്ന ഒരു സാധനമാണെന്ത്, നിങ്ങൾ ഫിനാൻഷ്യലി എംപവേർഡ് ആയിരിക്കുക എന്നതാണ്. പെൺകുട്ടികളോട് പറയാൻ നിങ്ങൾക്ക് നല്ല പണി വേണം, നിങ്ങൾക്ക് നല്ല സമ്പത്ത് വേണം, ബാങ്ക് അക്കൗണ്ട് വേണം, നിങ്ങൾക്ക് സ്വയം എല്ലാ മാസവും സാലറി വരുന്ന ഒരാളായിരിക്കണം നിങ്ങൾ. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വുമൺ എംപവർമെന്റിലേക്ക് നിങ്ങൾ പോവുക എന്നതാണ് പുതിയ ഒരു തിയറി. പ്രത്യേകിച്ച് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആളുകൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളോട് പറയുക, നിങ്ങൾ ഫിനാൻഷ്യലി എംപവേർഡ് ആയിരിക്കണം, അതുകൊണ്ട് നീ ജോലി ചെയ്യണം നിർബന്ധമാണ്. അത് പ്രഗ്നൻസി സമയത്താണെങ്കിൽ, കുഞ്ഞു കുട്ടികളുടെ സമയത്താണെങ്കിലും, നിനക്ക് ജോലി ചെയ്യുന്നതേ ഇഷ്ടമല്ലെങ്കിലും സാരമില്ല, നീ ജോലി ചെയ്യണം എന്നതിലേക്ക് അവൾ എന്ത് ചെയ്തു, തള്ളി മാറ്റപ്പെട്ടു. അങ്ങനെ ആർക്കാണോ ജോലിയുള്ളത് അവളാണ് മികച്ചു നിൽക്കുന്നത്. അതിന് അവർ പറയുന്ന വേറൊരു മറുപടി കൂടിയുണ്ട്, പുരുഷന്റെ മുമ്പിൽ നീ കൈ നീട്ടണ്ടല്ലോ എന്നതാണ് വേറൊരു തിയറി. അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഇസ്ലാം ഇല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ഒരു ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നില്ല. അവളുടെ ആവശ്യങ്ങളെ, അവളുടെ വസ്ത്രം, അവളുടെ ഭക്ഷണം, അവളുടെ പാർപ്പിടം, അവളുടെ സുരക്ഷിതത്വം ഒക്കെയും എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഒരു പുരുഷന് തോന്നിപ്പിക്കുന്ന, ഒരു പുരുഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഇസ്ലാമിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. റിജാലു ഖവ്വാമൂന അല നിസാ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അതിന്റെ ഖവ്വാമത്ത് പുരുഷന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതൊരു അലങ്കാര പദപ്രയോഗമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കൽപ്പിക്കും നീ അനുസരിച്ചു കൊള്ളുക എന്ന് ഒരു ഇണയോടും മക്കളോടും പറയുന്ന ഒരു പദത്തിന്റെ പേരല്ല അത്, മറിച്ച് ഞാനാണ് അമീർ, പക്ഷേ അംറുഹും ശൂറാ ബൈനഹും, നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പറയുന്ന മനോഹരമായ ഒരു സംവിധാനത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ചർച്ച ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പാരന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാൻ വീട്ടിനൊരു പെയിന്റ് അടിക്കുന്ന വിഷയത്തിൽ നമ്മൾ വിചാരിക്കും അതത്ര സില്ലി മാറ്റർ അല്ലെന്ന്. പക്ഷേ ഒരു കുഞ്ഞിനോട് ചോദിക്കണമെന്നാണ്, ഏത് പെയിന്റാണ് മോനിക്ക് ഇഷ്ടം, വെറുതെ ചോദിച്ചാൽ മതി. ഓ, ഞാനും ഈ വീടിന്റെ ഒരാളാണല്ലോ എന്നുള്ള ഒരു ബോധം അവനിലേക്ക് സൃഷ്ടിച്ചു കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണെന്നാണ്. എന്റെ പണം കൊണ്ട് ഞാൻ എടുക്കുന്ന കാറല്ല, ഇവനോട് എന്തിനു അഭിപ്രായം ചോദിക്കുന്നത് എന്നത് മാറ്റി അംറുഹും ശൂറാ ബൈനഹും, നിനക്കേതാണ് കളറ്, നിനക്ക് ഏതാ കളർ ഇഷ്ടമെന്ന് പെണ്ണിനോട് ചോദിക്കുമ്പോൾ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാനും ഈ കുടുംബത്തിലൊരംഗമാണെന്ന് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് ശൂറ എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പലതരത്തിലുള്ള വാദങ്ങൾ നമ്മുടെ കുടുംബത്തിനെ ഇങ്ങനെ ഗ്രസിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ചിലതിനെ തീർച്ചയായിട്ടും നമ്മൾ മാറ്റത്തിരുത്തലിന് വിധേയമാക്കുവാൻ സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ഊഷ്മളതയെക്കുറിച്ചല്ലേ. നമുക്ക് അമ്മായിമാരെ കുറിച്ച് ഈയടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു രസകരമായ ഒരു കഥ കേൾക്കുകയുണ്ടായി. ഒരമ്മായിയമ്മ അവര് തൊട്ടയൽവക്കക്കാരിയോട് സംസാരിക്കുകയാണ്. അവരോട് സംസാരിക്കുമ്പോഴേ ചോദിക്കുന്നുണ്ടല്ല, മോൻ്റെയും മോളെയൊക്കെ കല്യാണം കഴിഞ്ഞല്ലോ, എന്താ അവസ്ഥ, രണ്ടുപേരും വിദേശത്തൊക്കെ ആണല്ലോ, അടുത്താണ് കല്യാണം കഴിഞ്ഞ്, എന്താണ് സുഖം തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോഴേ, ഓ സുഖമാണ് മോൾക്ക്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എൻ്റെ മോളെ കാര്യത്തിൽ, കാരണം അവളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരാളെയാണ് അവൾക്ക് കിട്ടിയത്. പീരീഡ്സിന്റെ ടൈമാണ്, നന്നായിട്ട് നോക്കുന്നുണ്ട്, ചൂടുവെള്ളമൊക്കെ വെച്ച് കൊടുക്കേണ്ടത്, ഏറ്റവും അവൾക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്, പക്ഷേ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യുന്നു എന്നതാണ് എൻ്റെ സന്തോഷം, അൽഹംദുലില്ലാ എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താണ് മോൻ്റെ അവസ്ഥ, മരുമോളൊക്കെ എന്ത് പറയുന്നു? അപ്പോൾ പറഞ്ഞേ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു, അവൻ എപ്പോഴാണ് ഇങ്ങനെ ഒരു പെൺകോന്തനായി മാറിയതെന്ന്, അവൾക്കെന്തോ പീരീഡ്സ് ആകാൻ പറ്റാൻ തോന്നുന്നു, മാറുന്നില്ല, അടുത്ത് നിന്നിട്ട് ഒരു രക്ഷയില്ല, ഇന്ന് വരെ ഒരു പച്ചവെള്ളം പോലും കൊണ്ടുവരാത്ത ആളാണ്, അവളെ നോക്കുന്നു, അവളെ ശുശ്രൂഷിക്കുന്നു, എങ്ങനെയാണ് എൻ്റെ കുട്ടി ഇങ്ങനെ മാറിപ്പോയത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. എൻ്റെ മകൾക്ക് കിട്ടേണ്ടുന്ന ഇണ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ഏതോ ഒരാൾ വളർത്തിയ ഒരു മകനാണത്. പക്ഷേ എൻ്റെ മകൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച്, അവന് വന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നതും ഒരു ചോദ്യമാണല്ലോ. അതുപോലെ തന്നെയാണ് മരുമകളെ കുറിച്ചും അല്ലേ. എൻ്റെ മരുമകൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് അതോടുകൂടി ഉമ്മയും മകനും ശത്രുവാകുന്ന ഒരു കൺസെപ്റ്റ് തീർച്ചയായിട്ടും ഇസ്ലാമിൽ ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ജീവിതത്തിനെ കുറിച്ച്, അതിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച്, അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് മനസ്സിലാക്കുകയും ജീവിതത്തെ ചില ചിട്ടവട്ടങ്ങളോടുകൂടി ഒതുക്കവും ചിട്ടയുമുള്ള മനോഹരമായ ഒരു കാര്യമാക്കിയിട്ട് മാറ്റി തീർക്കുക എന്നത് തീർച്ചയായിട്ടും ഈ തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അവസാനമായിട്ട് വൃദ്ധരായ മാതാപിതാക്കളെ കുറിച്ചാണ്. വൃദ്ധരായ മാതാപിതാക്കളെ കുറിച്ച് ഒരിക്കൽ റൊണാൾഡോയുടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് അത്രേ, താങ്കൾ എന്താണ് അമ്മക്ക് വേറെ വീടെടുത്തു കൊടുക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എന്തിനാണ് അവർക്ക് വേറെ വീടെടുത്തു കൊടുക്കുന്നത്, അവരെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ്, ഞാൻ അവർക്ക് അഭയവുമാണ്. കാരണം ചെറുപ്പത്തിൽ
എൻ്റെ ഫുട്ബോൾ ഞാൻ കളിക്കാൻ തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ പ്രാക്ടീസൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു ഞങ്ങൾ. എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി പലപ്പോഴും അവർ രാത്രിയിൽ പട്ടിണി കിടന്ന് എന്നെ ഊട്ടിയിട്ടാണ് അവർ ഉറങ്ങാറുണ്ടായിരുന്നത്. എനിക്ക് കളിസാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ആഴ്ചയിൽ 7 ദിവസം അവർ ക്ലീനിങ് ജോലിക്ക് പോകുമെന്ന് മാത്രമല്ല, വൈകുന്നേരങ്ങളിലും അവർ എക്സ്ട്രാ ജോലി എടുക്കുമായിരുന്നു. വീടുകൾ ക്ലീൻ ചെയ്യാൻ പോയിട്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. അതുകൊണ്ട് അവർ എനിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വൃദ്ധരായ മാതാപിതാക്കളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ജനാഹുദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ തണൽ അവർക്ക് നിങ്ങൾ വിരിച്ചു കൊടുക്കണം. ചിറകുകളോടാണ് ആ കാരുണ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. ചിറക് വിരിച്ചു കൊടുക്കണം മാതാപിതാക്കൾക്ക്. നമ്മുടെ വീട്ടിലെ പിതാക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്, അവർ കൊണ്ട വെയിലാണ് നമ്മളുടെയൊക്കെയും തണല്. ചിലപ്പോൾ പ്രവാസികളായ പിതാക്കളെ കുറിച്ച് അവരിങ്ങനെ, നമ്മൾ ഈദിനൊക്കെ ഫോൺ വിളിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഫോൺ എടുക്കുക, അല്ലെ ഉപ്പ കുപ്പായിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചിരി മാത്രമായിരിക്കും മറുപടി. എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഒരു ദിവസം കിട്ടിയ ഒരു അവധിയിൽ തനിക്ക് വിശ്രമിക്കാമെന്ന് കരുതി കുറച്ച് ഭക്ഷണവും കഴിച്ച് വിശ്രമിക്കുന്ന, ആഘോഷമേതുമില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കുക, അദ്ദേഹം ഇത്രകാലവും കൊണ്ട വെയിലിന്റെ തണലാണ് നമ്മൾ ഇത്രകാലവും അനുഭവിച്ചത് എന്നത്. അപ്പോൾ ഒരു കുടുംബത്തിന് പരസ്പരം ഉണ്ടാകുന്ന സഹകരണവും പരസ്പരം ഉണ്ടാകുന്ന സ്നേഹവും ചേർത്ത് പിടിക്കലും ത്യാഗവും ഒക്കെയാണ് മനോഹരമായൊരു സമൂഹത്തെ കൂടി എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക എന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ത്യാഗമെന്ന് പറയുന്നതിനെയോ ബന്ധമെന്ന് പറയുന്നതിനെയോ നമ്മൾ വില കുറിച്ച് കാണുകയോ അത്തരം കൺസെപ്റ്റുകളെ തന്നെ പൊളിച്ചെഴുതുവാനുള്ള ശ്രമം നടത്തുകയോ ചെയ്താൽ പ്രകൃതിക്ക് എന്താണോ ദുരിതം സംഭവിച്ചത്, അവനവന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രകൃതിയോട് നമ്മൾ അനീതി കാണിച്ചപ്പോൾ പ്രകൃതി എങ്ങനെയാണോ നമ്മളെ തിരിച്ചടിച്ചത്, അതുപോലെ തന്നെ തീർച്ചയായിട്ടും കുടുംബവുമായി ബന്ധപ്പെട്ട്, മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട്, വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, ജെൻഡർ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെയും നമ്മൾ നടത്തുന്ന അപകടകരമായ സമീപനങ്ങൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഗൗരവപ്പെട്ട ചിന്ത തീർച്ചയായിട്ടും ഈ ക്യാമ്പയിനിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ചില പദപ്രയോഗങ്ങൾ പോലും നമ്മൾ വളരെ നിസാരമെന്ന് കാണുന്ന നമ്മളുടെ ചില പദപ്രയോഗങ്ങൾ പോലും, നമ്മൾ വളരെ മൈന്യൂട്ട് എന്ന് കരുതുന്ന ചില പ്രവർത്തനങ്ങൾ പോലും, നേരത്തെ ഹൽക്കാമീർ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറുതെന്ന് തോന്നുന്ന സ്നേഹപ്രകടനങ്ങൾ പോലും ഒരു കുടുംബത്തിന്റെ മനോഹരമായ നിലനിൽപ്പിന് എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന, സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന, മനോഹരമായ തണല് ലഭിക്കുന്ന, വീണ്ടും വീണ്ടും ഒരുമിച്ച് കൂടണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന, ഞാൻ തളർന്നു വീഴുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട്, എന്നെ യാത്രയാക്കുവാൻ, എന്നെ സ്വീകരിക്കുവാൻ മനുഷ്യരുണ്ട് എന്ന് മനുഷ്യൻ സന്തോഷത്തോടുകൂടി ഓർക്കുന്ന ഒരു ഇടമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളൊക്കെയും മാറ്റട്ടെ. നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിപ്പെടുന്ന സമയത്ത് റബ്ബിന്റെ മുമ്പിൽ മനോഹരമായ ഒരു കുടുംബത്തിന് വേണ്ടി പണിയെടുത്തവർ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ പേരിൽ മക്കളുടെ വിഷയത്തിൽ, ബന്ധുക്കളുടെ വിഷയത്തിൽ, വൃദ്ധരായ മാതാപിതാക്കളുടെ വിഷയത്തിൽ, ഇണകളുടെ വിഷയത്തിൽ ഞാൻ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടവളാണ്, ഉത്തരം ബോധിപ്പിക്കേണ്ടവനാണ് എന്നതുകൂടി തീർച്ചയായിട്ടും നമ്മുടെ ചിന്തയിൽ ഉണ്ടാവുക. വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ ഇന്ന സഅയഹു സൗഫ യുറാ സുമ്മ യുജ്സാഹുൽ ജസാഉൽ ഔഫ. നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെയും അല്ലാഹുവിന്റെ അടുക്കൽ കൃത്യമായ പ്രതിഫലം ലഭിക്കും എന്ന ഒരു തിരിച്ചറിവോടുകൂടി തീർച്ചയായിട്ടും ഈ ക്യാമ്പയിൻ നാളുകളിലും കേൾക്കുകയും വീണ്ടും വീണ്ടും കേൾക്കുകയും മനസ്സിലാക്കുകയും നമ്മെ വീണ്ടും വീണ്ടും കഴുകി വൃത്തിയാക്കുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.